ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ നിരന്തര പരിശ്രമങ്ങളാൽ സമുദ്ര ജലപാത മേഖലകളിൽ രാജ്യം പുതിയ ഉയരങ്ങളിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. PM കിസാൻ പദ്ധതിയുടെ 16ാം ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ നിർവഹിക്കും. 21,000 കോടി രൂപ കർഷകർക്ക് കൈമാറും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് സുപ്രധാന പങ്കുവഹിക്കാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും മത്സരിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് അരുണാചൽ പ്രദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ നിരന്തര പരിശ്രമങ്ങളാൽ മാരിടൈം ജലപാത മേഖലകളിൽ രാജ്യം പുതിയ ഉയരങ്ങളിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോജിസ്റ്റിക്സ് പ്രകടന സൂചികയിൽ ഇന്ത്യ 30ാം സ്ഥാനത്തേക്ക് ഉയർന്നതായും തുറമുഖശേഷി കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇരട്ടിയായതായും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ അടിസ്ഥാന വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാരിടൈം മേഖലയിൽ രാജ്യം വരും വർഷങ്ങളിൽ കൈവരിക്കുന്ന പുരോഗതി തമിഴ്നാട് ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങൾ ഏറെ ഗുണം ചെയ്യുമെന്നും യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ തമിഴ്നാടിന്റെ വികസനത്തിന് വലിയ പങ്കുവഹിക്കാനുണ്ടെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ के प्रयास से आज भारत मैरीटाइम और वाटरवेज के क्षेत्र में नए कीर्तिमान गढ़ रहा है. पिछले 10 वर्षों में लॉजिस्टिक्स परफॉर्मेंस इंडेक्स में भारत कई पायदान ऊपर चढ़कर 38 पोजीशन पर पहुंच गया है. आने वाले समय में मैरीटाइम सेक्टर की ग्रोथ कई गुना होने जा रही है. തൂത്തുക്കുടി VO ചിദംബരനാർ തുറമുഖത്തിന്റെ ഔട്ടർ ഹാർബർ കണ്ടെയ്നർ ടെർമിനലിന്റെ ശിലാസ്ഥാപനവും ഗ്രീൻ ഹൈഡ്രജൻ ഹബ് ഡീസാലിനേഷൻ പ്ലാന്റ് പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 75 ലൈറ്റ് ഹൌസുകളും വിവിധ റെയിൽ റോഡ് പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. വാഞ്ചി മണിയാച്ചി നാഗർകോവിൽ റെയിൽപാത, മേട്ടുപ്പാളയം ആറൽ വായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെ ഇരട്ടിപ്പിക്കൽ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. 1,477 കോടി രൂപയുടെ പദ്ധതി ചെന്നൈ കന്യാകുമാരി യാത്രാസമയം കുറയ്ക്കാൻ സഹായിക്കും. കൊച്ചി കപ്പൽശാലയിൽ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യുവൽ സെൽഫ് ഫെറി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. തൂത്തുക്കുടിയിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി വെർച്വലായി ഉദ്ഘാടനം നിർവഹിച്ചത്. ഹൈഡ്രജൻ ഇന്ധന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ബോട്ട് ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് സർവീസിനായി ഉപയോഗിക്കുക. പൂർണ്ണമായും ശീതീകരിച്ച ബോട്ട് നദികളിലൂടെയുള്ള ഹ്രസ്വ ദൂര യാത്രകൾക്കാണ് ഉപയോഗപ്പെടുത്തുക. ഒരേ സമയം 100 പേർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം. ശബ്ദരഹിതവും മലിനരഹിതവുമായ ബോട്ട് ഊർജ്ജ ഉപയോഗത്തിലും കാര്യക്ഷമമാണ്. തമിഴ്നാട് സന്ദർശനം പൂർത്തിയാക്കി മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് യവത്മാലിൽ ഇന്ന് വൈകുന്നേരം തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 16ാം ഗഡു വിതരണവും പ്രധാനമന്ത്രി നിർവഹിക്കും. 21,000 കോടി രൂപയാണ് ഇതിലൂടെ കർഷകർക്ക് കൈമാറുന്നത്. മഹാരാഷ്ട്രയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 825 കോടി രൂപയുടെ റിവോൾവിംഗ് ഫണ്ടും പ്രധാനമന്ത്രി കൈമാറും. സംസ്ഥാനത്തെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ഉദ്ഘാടനവും ശ്രീ മോദി ചടങ്ങിൽ നിർവഹിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളിൽ BJPയും 2 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും വിജയം നേടി. 3 സീറ്റുകളിൽ വിജയം നേടുമെന്ന് സമാജ്വാദി പാർട്ടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ ലോക്ദളിന്റെയും സമാജ്വാദി വിമതരുടെയും പിന്തുണയോടെ BJP 1 സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് MLAമാർ ക്രോസ് വോട്ടിംഗ് നടത്തിയതിനെ തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി പരാജയപ്പെട്ടു. BJPയുടെ ഹർഷ് മഹാജൻ ആണ് ഹിമാചലിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കർണാടകയിൽ കോൺഗ്രസ് 3 സീറ്റും BJP 1 സീറ്റും നേടി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന് തൊട്ടുപിന്നാലെ രാജി പ്രഖ്യാപിച്ച ഹിമാചൽ പ്രദേശ് പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗ്. ഷിംല റൂറലിൽ നിന്നുള്ള MLA ആയ വിക്രമാദിത്യ സിംഗ് ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി വീർഭദ്ര സിംഗിന്റെ മകനാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിനു കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര രാജ്യവ്യാപകമായി നടത്തുന്ന ജില്ലാതല യൂത്ത് പാർലമെന്റ് തിരുവനന്തപുരം ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ഒരു നേതാവിൽ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദു സമദ് സമദാനിയും മത്സരിക്കും. മലപ്പുറത്ത് സമദാനിയും പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറും സിറ്റിംഗ് എംപിമാരാണ്. ഇത്തവണ ഇരുവരും മണ്ഡലം വച്ചുമാറുമെന്ന പ്രത്യേകതയുമുണ്ട്. തമിഴ്നാട്ടിലെ രാമനാഥപുരം സീറ്റിലേക്കും ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് എംപി നവാസ് കനി തന്നെയാണ് ഇത്തവണയും മത്സരിക്കുക. UDFിലെ ലോക്സഭാ സീറ്റ് വിഭജനം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാർച്ച് ആദ്യവാരം ഉണ്ടാകും. 16 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ലീഗിന് 3 ലോക്സഭാ സീറ്റ് ഇത്തവണ നൽകാനാകില്ലെന്നും മലപ്പുറം പൊന്നാനി ലോക്സഭാ സീറ്റുകൾക്ക് പുറമെ ഒരു രാജ്യസഭാ സീറ്റും മുസ്ലിം ലീഗിന് നൽകുമെന്നും ശ്രീ വി.ഡി. സതീശൻ അറിയിച്ചു. മഹാരാഷ്ട്ര കോൺഗ്രസ് മുൻ വർക്കിംഗ് പ്രസിഡന്റും മുൻ MLAയുമായ ബസവരാജ് പട്ടേൽ ഭരണകക്ഷിയായ BJPയിൽ ചേർന്നു. ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, BJP സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് 8ാമത്തെ സമൻസ് അയച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിനായി മാർച്ച് 4 ഹാജരാകാനാണ് സമൻസിലെ നിർദ്ദേശം. കോടതി ഉത്തരവിട്ടാൽ മാത്രമേ ED മുമ്പാകെ ഹാജരാകൂ എന്ന് വ്യക്തമാക്കി കെജ്രിവാൾ കഴിഞ്ഞ സമൻസുകളെല്ലാം ഒഴിവാക്കിയിരുന്നു. തുടരെ സമൻസുകൾ അയച്ചിട്ടും ഹാജരാകാത്തതിനാൽ കെജ്രിവാളിനെതിരെ ED ഡൽഹി കോടതിയിൽ പരാതി നൽകിയിരുന്നു. മാർച്ച് 16 കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് കെജ്രിവാളിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മാർച്ച് 3 നടക്കും. പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയാണ് തുള്ളിമരുന്ന് നൽകുക. എന്തെങ്കിലും കാരണത്താൽ 3 തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് 4, 5 തീയതികളിൽ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് തുള്ളിമരുന്ന് നൽകും. 3-ാം തീയതി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ക്വേറ്റ് PG പ്രവേശന പരീക്ഷ മാർച്ച് 11 മുതൽ 28 വരെ നടക്കും. 157 വിഷയങ്ങളിലായി നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ സമയക്രമം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഇത്തവണ 3 ഷിഫ്റ്റുകളിലായാണ് പരീക്ഷ നടക്കുന്നത്. ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായുള്ള ക്വേറ്റ് UGക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും NTA പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് ദേശീയ ശാസ്ത്രദിനം. നൊബേൽ പുരസ്കാര ജേതാവായ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞൻ സർ CV രാമന്റെ രാമൻ പ്രഭാവം എന്ന മഹത്തായ കണ്ടുപിടുത്തത്തിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. വികസിത് ഭാരതത്തിനായി തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശാസ്ത്രദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. വികസിത് ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ ഗവേഷണവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തര പരിശ്രമത്തിലാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ നാവികസേനയും ഗുജറാത്ത് പോലീസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായി നടത്തിയ തെരച്ചിലിൽ 3100 കിലോഗ്രാം മയക്കുമരുന്ന് പിടികൂടി. മയക്കുമരുന്ന് മുക്ത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി ഈ നേട്ടം കൈവരിച്ചതിൽ ഏജൻസികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ക്വാർട്ടർ റൌണ്ട് സാധ്യത മുന്നിൽ കണ്ട് കേരളം ഇന്ന് ആതിഥേയരായ അരുണാചൽ പ്രദേശിനെ നേരിടും. ഇറ്റാനഗറിലെ യുപിയ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവ FCയെ നേരിടും. രാത്രി 7:30 മുംബൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് FCയെ പഞ്ചാബ് FC തോൽപ്പിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് UP വാരിയേഴ്സിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ നിരന്തര പരിശ്രമങ്ങളാൽ സമുദ്ര ജലപാത മേഖലകളിൽ രാജ്യം പുതിയ ഉയരങ്ങളിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൂത്തുക്കുടിയിൽ 17,300 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. PM കിസാൻ പദ്ധതിയുടെ 16ാം ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് മഹാരാഷ്ട്രയിൽ നിർവഹിക്കും. 21,000 കോടി രൂപ കർഷകർക്ക് കൈമാറും. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച
മത്സരിച്ച് മുസ്ലിം ലീഗ്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മത്സരിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് അരുണാചൽ പ്രദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.